എക്സ്പീഡിയസ് കയറി 2 ബഗ് അടിച്ചു, നല്ലൊരു ബൗണ്ടി കിട്ടി. അതുപോലെ പോൺഹബിലും നോക്കി, അവിടെയും ബഗ് അടിച്ചു. സോ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഗൂഗിൾ അതുപോലുള്ള മേജറായിട്ടുള്ള കമ്പനീസ് അവരുടെ വെബ്സൈറ്റുകളിലൊക്കെയുള്ള ബഗ്സ് കണ്ടുപിടിച്ച് ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് ഹ്യൂജ് എമൗണ്ട്, ലാക്സ് ഓഫ് മണി ഒക്കെ റിവാർഡായിട്ട് കിട്ടുന്നതായിട്ട് ഞാൻ ന്യൂസുകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. മീഡിയാസിലൊക്കെ എപ്പോഴും ഇങ്ങനെ കാണാം, വാർത്തകൾ ഇടയ്ക്കിടെ കാണാറുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും ഈ ബഗ് ബൗണ്ടി, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ബഗ് ബൗണ്ടി പറഞ്ഞാൽ എല്ലാ കമ്പനീസും, വലിയ വലിയ MNCs, വലിയ വലിയ കമ്പനീസ് അവരെ കമ്പനീനെ എഫക്റ്റ് ചെയ്യുന്ന ബഗ്സ് അല്ല വൾണറബിലിറ്റീസ്, അത് അവരെ ഫിനാൻഷ്യലിയും പിന്നെന്ത് പറയുക, ആൾക്കാരെ കസ്റ്റമേഴ്സ് ആയാലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ല അവരെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ആണെങ്കിൽ അത് കണ്ടുപിടിച്ച് കൊടുത്താൽ അവർക്ക് പൈസയായിട്ട് റിവാർഡ്സ് കൊടുക്കും. ഇതാണ് മെയിൻലി ബഗ് ബൗണ്ടി. ബഗ്സ് കണ്ടുപിടിക്കുന്നതിന് കൊടുക്കുന്ന റിവാർഡാണ് ബഗ് ബൗണ്ടി മെയിൻലി. അങ്ങനെ അപ്പോൾ കുറേ ഈ അടുത്ത് നെഹാം സക്കറിനൊരു ബഗ് ബൗണ്ടി സ്പെഷ്യലിസ്റ്റ്, ഇയാൾ ജസ്റ്റ് ഒരു 3 months ഇരുന്നിട്ട് ഒരു പെർട്ടിക്കുലർ മെറ്റയിൽ ഒരു ഇൻറ്റേർണൽ സെർവറിൽ മെറ്റയിൽ ഇൻറ്റേർണൽ സെർവറിൽ അവർ SSRF അല്ല SSRF RC എന്നൊരു ബഗ് കണ്ടുപിടിച്ചു. അപ്പോൾ അതിന് അവർ ഇൻറ്റേർണൽ ടീം കൊടുത്ത റിവാർഡ് എന്ന് പറഞ്ഞാൽ $100K മീൻസ് $100,000. അപ്പോൾ അവരെ കമ്പനീനെ അത് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന, ബിക്കോസ് അവരെ ഇൻറ്റേർണൽ ഉള്ളിലത്തെ ഒരു സിസ്റ്റത്തിനെ ആക്സസ് ചെയ്യാൻ പറ്റി, അതുകൊണ്ട് അത്ര വലിയ റിവാർഡ് എടുത്തു. സോ ദാറ്റ്സ് മെയിൻലി ബഗ് ബൗണ്ടി. അതാണ് ബഗ് ബൗണ്ടി. എന്തുമാത്രം ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് അതിനനുസരിച്ചായിരിക്കും റിവാർഡ്. അതെ, ഇത് താഴെ മുതലേ ഉണ്ട്. ടോട്ടൽ 5 കാറ്റഗറിയാണ്. അപ്പോൾ P5 പറഞ്ഞാൽ ഇൻഫോർമേഷണൽ, അത് കമ്പനിക്ക് ആടെ ഉണ്ടെങ്കിൽ അവരൊരു രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന രീതിയിലാണ് അതവർ പറഞ്ഞത്, കുഴപ്പമില്ല ബഗ്ഗാടെ ഇരുന്നോട്ട്. പിന്നെ വരുന്ന P4 അത് ലോ കാറ്റഗറി. പിന്നെ P3 പറഞ്ഞാൽ മീഡിയം കാറ്റഗറി. P2 ഹൈ, P1 ക്രിട്ടിക്കലിനാണ് പൊതുവേ നല്ലോണം അവർ കൊടുക്കുന്നത്. ഇതിപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ ബഗ് അവർ ക്ലിയർ ചെയ്യുന്നത്. അതെ, ഇപ്പോൾ P1 ആണെങ്കിൽ വിത്തിൻ 1 month അവർ അത്ര അതിൻ്റെ സെവറിറ്റി അനുസരിച്ച് അതെ അതനുസരിച്ചിട്ട് മാറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗിറ്റ് ലാബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഭയങ്കര ഫേമസ് പ്ലാറ്റ്ഫോം. അതിൻ്റെ ഒരു പാസ്വേഡ് റീസെറ്റിൻ്റെ ഒരു വൾണറബിലിറ്റി ഒരു ആൾ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ച് പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ട്, ഫോർ എക്സാമ്പിൾ എൻ്റെ അക്കൗണ്ടിൻ്റെ റീസെറ്റ് പാസ്വേഡ് ലിങ്ക് പോകുന്നത് ആ അറ്റാക്കറിൻ്റെ അക്കൗണ്ടിലേക്കാണ്. മീൻസ് ആ ഒരു വൾണറബിലിറ്റി. അപ്പോൾ ഏത് അക്കൗണ്ട്, ഇപ്പോൾ ഒരു വിക്ടീമിൻ്റെ അക്കൗണ്ടിൻ്റെ ഇമെയിൽ ID കിട്ടിയാൽ അക്കൗണ്ട് ആക്സസ് കിട്ടി, ബിക്കോസ് എന്തുകൊണ്ട് റീസെറ്റ് പാസ്വേഡ് ലിങ്ക് ഒന്ന് റീസെറ്റ് ആക്കാം. അതിന് കൊടുത്ത റിവാർഡ് എന്ന് പറഞ്ഞാൽ ആദ്യം $1,000 കൊടുത്തു, പിന്നെ $34,000 കൊടുത്തു, ബിക്കോസ് ക്രിട്ടിക്കൽ ലെവലാണ്. അത് എന്താ പറയുക, ഇമ്പാക്റ്റ് പറഞ്ഞാൽ ഏത് യൂസറിൻ്റെ അക്കൗണ്ട് വേണമെങ്കിലും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അത് പറഞ്ഞാൽ സെവറിറ്റി അനുസരിച്ചിട്ടാണ് അതിന് റിവാർഡ് കൊടുക്കുന്നത്. ഇപ്പോൾ ചില കമ്പനീസായ ChatGPT അവരുടെ സ്റ്റാർട്ടിങ് റിവാർഡ് പറഞ്ഞാൽ $250 to $500 ലോന് വരുന്നത്. അപ്പോൾ ChatGPT ഒരു AI ബേസ്ഡ് വെബ്സൈറ്റ് വെബ് ആപ്ലിക്കേഷനാണ്. പക്ഷേ ടെസ്ല വരുന്നത് മെയിൻലി എന്ത് പറയുക, ഫോർ എക്സാമ്പിൾ ടെസ്ല ഒരു കാർ കമ്പനിയല്ലേ. അപ്പോൾ അവരെ വെബ്സൈറ്റിനെ അവർക്ക് എഫക്റ്റ് ആണ്. അവർ ഏറ്റവും ലോ ലെവൽ ബഗ്ഗിന് കൊടുക്കുന്നത് വെറും $100, ബിക്കോസ് അത് ഒരു വെബ്സൈറ്റ് മാത്രമാണ്. അവരെ മെയിൻ എക്യുപ്മെൻറ്റ് പറഞ്ഞാൽ എന്താ, വെഹിക്കിളാണ്. അതിന് വെഹിക്കിളിന് അവർ കൊടുക്കുന്ന $1 million ആണ് ഏറ്റവും ക്രിട്ടിക്കൽ വൾണറബിലിറ്റി. ലോവസ്റ്റ് വൾണറബിലിറ്റി $50,000 ആണ്. ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഒരു കമ്പനീനെ നമ്മൾ നോക്കുന്ന സമയത്ത് അതനുസരിച്ചിട്ട് എന്താ പറയുക, വെബ്സൈറ്റ് ബേസ്ഡ് കമ്പനി ആണെങ്കിൽ നല്ല റിവാർഡായിരിക്കും. ഓട്ടോമൊബൈൽ കാർ ബേസ്ഡ് AI ബേസ്ഡ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ ബേസ് ആയിരിക്കും റിവാർഡ്സ് അതെല്ലാം വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ബഗ് ബൗണ്ടി ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകൾ എന്തൊക്കെയാണ്, അതുപോലെ അതിന് എന്തെല്ലാം ക്രൈറ്റീരിയാസ്, മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പ്ലാറ്റ്ഫോംസ് മെയിൻലി വരുന്ന, ഇപ്പോൾ നല്ലോണം ആൾക്കാർ അറിയുന്ന പ്ലാറ്റ്ഫോംസ് പറഞ്ഞാൽ HackerOne, ബഗ് ക്രൗഡ്, ഇൻറ്റഗ്രിറ്റി, SV ഹാക്ക്. ഇപ്പോൾ HackerOne, ബഗ് ക്രൗഡ് പിന്നെ ഇതുവരെ ഡോളേഴ്സിലാണ് കൊടുക്കുന്നത്. SV ഹാക്കും ഇൻറ്റഗ്രിറ്റിയും യൂറോസിലാണ് കൊടുക്കുന്നത്. ഇവർ ശരിക്കും എന്താണ് ഈ കമ്പനിയുടെ ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് ആക്ട് ചെയ്യുക? ഇത് എന്താ പറയുക, ഇവർ ആദ്യം റിപ്പോർട്ട്സ് അവർക്കാണ് പോകുന്നത്. അവരത് അനലൈസ് ചെയ്തിട്ട് ഇത് അവരുടെ സൈഡിൽ നിന്ന് ഒരു ഇനീഷ്യൽ ഒരു സെവറിറ്റി അവർ പറയും, എന്നിട്ട് അത് കമ്പനിക്ക് എസ്കലേറ്റ് ചെയ്യും. പൊതുവെ അങ്ങനെയാണ് നടക്കൽ. ഇപ്പോൾ മാനദണ്ഡങ്ങളിൽ ഇതൊരു ഭാഗമാണ്. ഇപ്പോൾ ഫസ്റ്റ് പറയേണ്ട കമ്പനി പോളിസീസ്. ഇപ്പോൾ ഏത് എടുത്താലും, ഫോർ എക്സാമ്പിൾ ChatGPT എടുത്താലും
അവരെ ഓപ്പൺ എ അവരെ മെയിൻലി പ്ലാറ്റ്ഫോം അവരെ ഇതില്ലത് ബഗ് ക്രൗഡിലാണ്. അപ്പോൾ അവരിൽ കുറേ മാനദണ്ഡങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. ലൈക്ക് എന്ത് പറയുക, ഡോസ് അടിച്ചുകൂടാ, മീൻസ് അത് എല്ലാവരും യൂസ് ചെയ്യുന്ന ലൈവ് വെബ്സൈറ്റാണ്. അപ്പോൾ അതിന് DOS അടിച്ചാൽ അത് ഫുള്ളി യൂസേഴ്സിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അവരെ കമ്പനീനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് ചെയ്തുകൂടാ. പിന്നെ എത്തിക്കലി നമ്മൾ ബഗ്സ് കണ്ടുപിടിച്ചാൽ അത് അവരെ റിപ്പോർട്ട് ചെയ്യണം. അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് നമുക്കെതിരെ കേസ് എടുക്കാനും ഇതുണ്ട്. പിന്നെ തേർഡ് വൺ വരുന്നത് മെയിൻലി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് റീക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ഒരു ബഗ് കണ്ടുപിടിച്ചു, ലോഗിൻ പേജിലെ ബഗ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഗോ ടു ലോഗിൻ പേജ്, അത് എങ്ങനെയാണ് കണ്ടുപിടിച്ചുള്ള സ്റ്റെപ്സ് ഡിസ്ക്രൈബ് ചെയ്യുക. സ്റ്റെപ്സ് പ്രോപ്പർലി ഡിസ്ക്രൈബ് ചെയ്യും. ബിക്കോസ് അവരെ സൈഡിൽ നിന്ന് അവർക്ക് അത് ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ സബ്മിറ്റ് ചെയ്തിന് പക്ഷേ എന്തെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാതെന്ന് പറയാൻ പറ്റും. നമ്മളെന്തെങ്കിലും പ്രൂഫ് എന്തെങ്കിലും വെക്കണോ? നമ്മൾ POC വീഡിയോ എടുക്കണം, സ്ക്രീൻ റെക്കോർഡ് വീഡിയോ പ്രോപ്പർലി എടുക്കണം. ഇപ്പോൾ പേലോഡ്സ് ഇൻജെക്ട് ചെയ്യണമെങ്കിൽ അതും പ്രോപ്പർലി അവിടെ പേസ്റ്റ് ചെയ്തും കൊടുക്കണം. ഇതാണ് പേലോഡ്. ബിക്കോസ് അവർ റിക്രിയേറ്റ് ചെയ്തിട്ട് അവരൊരു അനലിസ്റ്റ് ഉണ്ട്, ബക്ക്ഗ്രൗണ്ട് അനലിസ്റ്റ് എന്നിട്ട് അവർ നോക്കും. എന്നിട്ട് ഒരു സെവറിറ്റി പറയും. എന്നിട്ട് കസ്റ്റമറായ ഓപ്പൺ എക്ക് അവർ എസ്കലേറ്റ് ചെയ്യും. അവർ പിന്നെ അത് നോക്കിയിട്ട് അവരെ സൈഡിൽ നിന്നുള്ളൊരു ആദ്യം ഒരു ഇൻറ്റേർണൽ ടീം ഡിസ്കഷൻ നടത്തിയിട്ട് പിന്നെ ഒരു സെവറിറ്റി തരും, പിന്നെ റിവാർഡ് തരും. പൊതുവെ ഇതാണ്. പിന്നെ ചില കമ്പനീസ് റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്ത ശേഷം അവരെ സൈഡിൽ നിന്ന് പെർമിഷൻ ഇല്ലാണ്ട് നമ്മൾ അത് ഡിസ്ക്ലോസ് ചെയ്തുവിടാം. ഡിസ്ക്ലോസ് ചെയ്താൽ അതും അവർക്ക് നമുക്കെതിരെ ലീഗൽ ആക്ഷൻസ് എടുക്കാൻ പറ്റും. അതും നമ്മൾ ഫോളോ ചെയ്യണം. ഇപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഔട്ട് ഓഫ് സ്കോപ്പ് പറഞ്ഞ ഡൊമൈൻസ് ഉണ്ട്. ചില ഡൊമൈൻസ് ഇവർ ഇൻറ്റേർണൽ ആക്സസ് ആയിട്ട് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നമ്മൾ കയറി ടെസ്റ്റ് ചെയ്തുവിടാന്ന് അവർ പറയും, ഔട്ട് ഓഫ് സ്കോപ്പ് എന്ന് തന്നെ പറയുന്നത്. സോ അതിൽ കയറി അറ്റാക്ക് ചെയ്തിട്ട് ഇത് പറഞ്ഞാൽ അവർ പോയിൻറ്റ്സ് വർക്കും. ബഗ് ക്രൗഡിലായാലും ഹാക്കർ റൗണ്ടിലായാലും അവർ റെപ്യൂട്ടേഷൻ പോയിൻറ്റ്സ് കൊടുക്കും. അതനുസരിച്ചാണ് കമ്പാരിറ്റീവ്ലി ഏത് പ്ലാറ്റ്ഫോമാണ് കുറച്ചുകൂടെ ഈസി? ബഗ് ക്രൗഡ് ആണോ? ഏതിൻ്റെ പ്രൊസീജിയേഴ്സ് ആണ് കുറച്ചുകൂടെ നല്ലത്? പ്രൊസീജിയേഴ്സ് പറഞ്ഞാൽ അത് ഇതിൽ ബഗ് ക്രൗഡിൽ ചില ബഗ്സ് ഹാക്കർ വണ്ണിൽ ക്രിട്ടിക്കലായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഇമെയിൽ വെരിഫിക്കേഷൻ ബൈപ്പാസ് ഹാക്കർ വണ്ണിൽ അവർക്കതൊരു ബഗ്ഗായിട്ടാണ്. പക്ഷേ ഇത് ബഗ് ക്രൗഡിൽ അത് P5 ആണ്. അത് കുഴപ്പമില്ല എന്ന രീതിയിൽ ഇൻഫോർമേഷനിലാണ്. പക്ഷേ ഇപ്പോൾ ഓപ്പൺ AI എന്ന കമ്പനിക്ക് അത് നമ്മൾ ആ രീതിയിൽ ചിന്തിക്കണം. ഇപ്പോൾ ഓപ്പൺ AI എന്ന കമ്പനിക്ക് അവർ മെയിൻലി വെബ് ആപ്ലിക്കേഷൻ ബേസ്ഡ് കമ്പനിയാണ്. ChatGPT അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അതിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ ഇമെയിൽ വെരിഫിക്കേഷൻ ബൈപ്പാസ് ഉണ്ടെങ്കിൽ അതൊരു സേവിയർ ബഗ്ഗാണ്. സോ അത് കമ്പനി അനുസരിച്ചിട്ട് എസ്കലേറ്റ് ആവും, വേരി ആവും. പക്ഷേ ചില പ്ലാറ്റ്ഫോംസ് മീൻസ് ബഗ് ക്രൗഡിലെ കുറേ പ്രോഗ്രാംസ് അവർ വേണമെന്നുണ്ട് P5 ആണ്, എസ്കലേറ്റ് ചെയ്യൂല. അവർ കസ്റ്റമേഴ്സിനോട് മുന്നിൽ ചോദിക്കില്ല. അതുകൊണ്ട് ചിലപ്പോൾ എന്താ പറയുക, ഹാക്കർ മറ്റേ പ്ലാറ്റ്ഫോം ചെറിയൊരു ഇഷ്യൂസ് വരലുണ്ട്. പക്ഷെ നമ്മൾ സപ്പോർട്ടിന് കോൺടാക്ട് ചെയ്താൽ അവർ ചിലപ്പോൾ അത് ശരിയാക്കി തരലുണ്ട്. അതിലിപ്പോൾ ChatGPT, ഓപ്പൺ AI അതുപോലെ ഗൂഗിളിൻ്റെ ഒക്കെ ബഗ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ChatGPT എന്ത് ബഗ്ഗാണ് കണ്ടുപിടിച്ചത്? എന്ത് ടൈപ്പ് ബഗ്ഗായിരുന്നു? ChatGPT CSRF ബഗ്ഗാണ്. അപ്പോൾ അത് അവരെ P4 ലെവലാണ്. അതുകൊണ്ട് P4-ലെ ഏറ്റവും ഹയസ്റ്റ് റിവാർഡിന് കിട്ടീന് $500 അതിന്. അങ്ങനെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തോ ഇത് കണ്ടുപിടിക്കാൻ? ഇല്ല, അത് നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ റീകോൺ പറഞ്ഞ ഇതുണ്ട്, ബേസിക് സ്റ്റെപ്പ് ഓഫ് സ്റ്റാർട്ടിങ് ഓഫ് ബഗ് ബൗണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ പ്രോപ്പർലി ചെയ്താൽ അതുവഴി നമുക്ക് കിട്ടും കുറേ കാര്യങ്ങൾ. ഇപ്പോൾ സെൻസിറ്റീവ് ഡാറ്റ എക്സ്പോഷർ അതൊരു ക്രിട്ടിക്കൽ. ചില കമ്പനീസ് ഇപ്പോൾ ഈ അടുത്ത് ഓപ്പൺ AIൻ്റെ കുറേ ആൾക്കാർ ഡീറ്റെയിൽസ് ലീക്കായി എന്ന് പറഞ്ഞു. അതെ, അത് അവർ വലിയ രീതിയിൽ അത് പ്രശ്നമായി. അതിന് ശേഷം ഇവരിപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന് അവർ റിവാർഡ്സ് കൂട്ടി. P1-ൻ്റെ മുകളിലൊരു റിവാർഡുണ്ട്, എക്സെപ്ഷണൽ എന്നിട്ട് സ്റ്റാർ എന്നാണ്, അത് വൈറ്റ് സ്റ്റാർ. അതിൻ്റെ റിവാർഡ് 20,000 അവർ $100,000 ആക്കി. ഈ ഒരു ഡാറ്റ ലീക്കേജ് ഇതെല്ലാം വന്നിട്ടാകുമ്പോൾ അപ്പോൾ അവർ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അവരുടെ സൈഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ നല്ലൊരു റിപ്പോർട്ട് നല്ല രീതിയിൽ ഇത് കൊടുത്താൽ, റിപ്പോർട്ടും നമ്മളെ എക്സെപ്ഷണൽ റിപ്പോർട്ടാണെങ്കിൽ അവർ എക്സ്ട്രാ ബോണസ് തന്നെ തരലുണ്ട്. അപ്പോൾ നല്ല റിപ്പോർട്ട് കൊടുത്താൽ നല്ല രീതിയിൽ. റിപ്പോർട്ട് മേക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടി വരുന്നത്? റിപ്പോർട്ട് മേക്കിംഗ് ചെയ്യുമ്പോൾ ആദ്യം ടൈറ്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു അസംഷൻ കൊടുത്തു, ഇത് ക്രിട്ടിക്കൽ CSRF ബഗ് എന്നിട്ട് കൊടുത്തുകൂടാ. CSRF ഇൻ പെർട്ടിക്കുലർ പ്ലേസ് അങ്ങനെ. ഈ CSRF നമ്മൾ ക്രിട്ടിക്കൽ എന്നിട്ട് കൊടുത്തു അവർക്ക് തന്നെ ആയിരിക്കും. ഇവൻ തന്നെ ഇതിനൊരു എന്താ പറയുക ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞു. പക്ഷെ അവരെ സൈഡിൽ ചിന്തിക്കുമ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്രിട്ടിക്കൽ ആണോ
മീഡിയം അതിപ്പോൾ CVSS സ്കോർന്ന് അതെ അതെ അതിപ്പോൾ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് നോക്കാം. ഇപ്പോൾ അറ്റാക്കിങ് എങ്ങനെ, റിമോട്ടാണോ ലോക്കലാണോ, ഇപ്പോൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അക്കൗണ്ട് ആക്സസ് വേണം, അപ്പോൾ സെവറിറ്റി കുറയും. ഇപ്പോൾ റിമോട്ടായിട്ട് ഞാൻ ഇവിടെ എൻ്റെ US ഒരാളെ അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നതാണെങ്കിൽ അത് സെവറിറ്റി കൂടും. അതനുസരിച്ചിട്ട് ഒരു സ്കോർ ഉണ്ട്. ഇപ്പോൾ അറ്റാക്ക് കോംപ്ലക്സിറ്റി, പിന്നെ ഇങ്ങനെ ഈ കോൺഫിഡൻഷ്യാലിറ്റി, CAA ട്രയാഡ്. അതെ, CAA ട്രയാഡിനെ മെയിൻലി അങ്ങനെ അവർ എഫക്റ്റ് ചെയ്യുമെന്ന് നോക്കും. കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി, ഇതെല്ലാം. ഇപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പറയേണ്ടത്. പക്ഷേ ഹാക്കർ വണ്ണിലെ ഈ CVSS സ്കോർ നമുക്ക് കൊടുക്കാമല്ലോ. പിന്നെ ബഗ് ക്രൗഡിലാണെങ്കിൽ അവർ കുറേ ലിസ്റ്റ് തരും ബഗ്സ്, ടൈപ്പ് ഓഫ് ബഗ്സ്, അതിൽ സെലക്ട് ചെയ്യണം. അതില്ലെങ്കിൽ അതർന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ബിസിനസ് ലോജിക് വൾണറബിലിറ്റി ഇപ്പോൾ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. എന്താ പറയുക, ChatGPT ഉണ്ടായിരുന്നത് ബിസിനസ് ലോജിക് വൾണറബിലിറ്റി പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഒരു പെയ്ഡ് യൂസറിനെ ആ ഒരു പെർട്ടിക്കുലർ സാധനം ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് ബൈപ്പാസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ബിസിനസ് അവരെ ബിസിനസ്സിനെ എഫക്ട് ചെയ്യും. ഏത് യൂസറിന് പെയ്ഡ് ഇത് ഫ്രീ കിട്ടുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊരു ബിസിനസ് ലോജിക് വൾണറബിലിറ്റി ആണ്. ഇപ്പോൾ സെയിം കൂപ്പൺ ഒരു യൂസ് ചെയ്തിട്ട് അക്കൗണ്ട്, പിന്നെ ഫസ്റ്റ് എന്താ പറയുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കൂപ്പൺ ഉപയോഗിക്കാൻ പറ്റും. ഫസ്റ്റ് 50% ഓഫ് എന്നിട്ട്, പിന്നെ അതിനുശേഷം നമുക്ക് ആ കൂപ്പൺ ഉപയോഗിക്കാൻ പറ്റില്ല, എക്സ്പയർ ആവും. പക്ഷെ നമ്മൾ അക്കൗണ്ട് ഡിലീറ്റ് ആക്കിയിട്ട് പിന്നെ ആദ്യം ആ കൂപ്പൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, വീണ്ടും ക്രിയേറ്റ് ആക്കിയിട്ട് പറ്റും. അപ്പോൾ അതൊരു ബിസിനസ് ലോജിക് വൾണറബിലിറ്റി ആണ്. ഇവരെ ബിസിനസ്സിനെ എഫക്ട് ചെയ്യുന്നത്, ലോജിക്കലി എഫക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ ബഗ്സ് അത് നമ്മൾ ആ രീതിയിൽ ചിന്തിക്കണം, എങ്ങനെയെല്ലാം ഈ ഒരു ബിസിനസ്സിനെ നമുക്ക് എങ്ങനത്തെ രീതിയിൽ എഫക്ട് ചെയ്യാം. മെയിൻലി ഫുഡ് ആപ്സ് ഉണ്ടായിന് അവർക്ക്, പക്ഷേ ഇതെല്ലാം ഏകദേശം എല്ലാം പാച്ച്ഡാണ്. കുറേ ഇപ്പോൾ ഷാബക്സിലുണ്ടായിന്, അത് പാച്ച്ഡായി. അതിപ്പോൾ റിസോൾട്ടായിട്ട് അതിൻ്റെ ഒരു വർഷം മുമ്പ് അവർ റിസോൾട്ടായിട്ട് റിപ്പോർട്ട് പബ്ലിക്കാക്കി. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു തിങ്കിങ് വേണം. ഇതിപ്പോൾ നമുക്ക് എന്താ പറയുക, ഗൂഗിളിൽ നമ്മൾ പോയിട്ട് ഇപ്പോൾ ഒരു ബഗ് കിട്ടി, P5 ബഗ്, പക്ഷേ അത് നമുക്ക് എങ്ങനെയല്ല എസ്കലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കണം. അത് കാരണം ChatGPT ചോദിച്ചുകൂടാ. ബിക്കോസ് ChatGPT നമ്മൾ എന്ത് ചോദിച്ചാലും അത് പറയും ഇത് ക്രിട്ടിക്കൽ ബഗ്ഗാണ്. ഇപ്പോൾ നമ്മൾ ഇത് ചെയ്താൽ ഈ കമ്പനീനെ ഇങ്ങനെ എഫക്റ്റ് ചെയ്യൂലെന്ന് കൊടുത്താൽ അത് ആദ്യം പറയും ദിസ് ഈസ് എ ക്രിട്ടിക്കൽ ബഗ്, എന്നിട്ട് അതന്നെ ഒരു റിപ്പോർട്ടാക്കി തരും. അത് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ അവർ പറയും ഒന്നിക്കൽ അവർ ഔട്ട് ഓഫ് സ്കോപ്പ് ആകും, നോട്ട് അപ്ലിക്കബിൾ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ്. അപ്പോൾ മാക്സിമം നമ്മൾ ഒരു ബഗ് കിട്ടിയാൽ അതാദ്യം, ഇപ്പോൾ ഡിസ്ക്ലോസ്ഡ് ബഗ്സ് ഉണ്ട്, ഇത് റിപ്പോർട്ട്സ് ഉണ്ടാവും, ഹാക്കർ വണ്ണ് അതെല്ലാം. അപ്പോൾ ആ രീതിയിൽ നോക്കി നമുക്ക് നമ്മളെ സൈഡിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ അത് എസ്കലേറ്റ് ചെയ്യാൻ, മീൻസ് P5 അത് വേറെ രീതിയിലേക്ക് എസ്കലേറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ നോക്കണം. നമുക്ക് അറ്റാക്കുകളൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ എത്തിക്കാൻ പറ്റുമോ? അതെ. അതിപ്പോൾ ഒരു ചെറിയ ബഗ് ഇപ്പുറത്ത് ചെറിയ ബഗ്, അത് രണ്ട് കമ്പൈൻ ആക്കിയിട്ട് ഒരു വലിയ ബഗ് ആണെങ്കിൽ അത് ഒരു വലിയ രീതിയിലാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ കുറേ ബഗ്സ്, ഇപ്പോൾ എനിക്ക് ChatGPT ഞാൻ പറഞ്ഞ CSRF അത് ചെറിയൊരു ബഗ്ഗാണ്, P5 പറയാൻ പറ്റൂല. അതിനെ ഞാൻ ജസ്റ്റ് CSRF ആയിട്ട് കമ്പൈൻ ആയിട്ടാകുമ്പോൾ അതൊരു ഇമ്പാക്റ്റ് വന്നു, അത് കമ്പനീനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ബഗ്ഗാണത്. എന്താണ് ശരിക്കും CSRF, ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും? CSRF പറഞ്ഞാൽ വേറൊരു സൈറ്റ്, മീൻസ് ക്രോസ് സൈറ്റ് റിക്വസ്റ്റ് ഫോർജറിയാണ്. ഇപ്പോൾ പൊതുവേ ഇതിനെതിരെ അവർ കൊടുക്കുന്ന പറഞ്ഞാൽ CSRF ടോക്കണ് വെച്ചാൽ, ഇപ്പോൾ ആസ് എ യൂസർ ഞാനിപ്പോൾ സാറിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു HTML ഫയൽ അയക്കുന്നു, സാർ അതിലവിടെ ക്ലിക്ക് എന്നിട്ടുണ്ടാവും. അത് അമർത്തുമ്പോൾ സാറിൻ്റെ സൈഡിൽ നിന്ന് സാറാണ് ആ ഒരു പെർട്ടിക്കുലർ റിക്വസ്റ്റ് അയക്കുന്ന എന്ന രീതിയിലാണ് റിക്വസ്റ്റ് പോകുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനത് എൻ്റെ ഇമെയിൽ ചേഞ്ച് ചെയ്തിട്ട് ആ റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്തിട്ട് സാറിന് അയക്കുന്നതാണെങ്കിൽ എൻ്റെ ഇമെയിൽ സാറിൻ്റെ ഇമെയിൽ ID റീപ്ലേസ് ചെയ്തിട്ട് അവിടെ വരും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് തന്നെ ടേക്ക് ഓവർ അത് ഓരോ രീതിയിൽ എസ്കലേറ്റ് ചെയ്യും. അക്കൗണ്ട് ടേക്ക് ഓവർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഷോപ്പിംഗ് വെബ്സൈറ്റ് ആണെങ്കിൽ നമ്മൾ അഡ്രസ് ചേഞ്ച് ചെയ്യാം, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാം, പേര് ചേഞ്ച് ചെയ്യാം. ഇതൊക്കെ വലിയ ഒരു എഫക്റ്റ് ചെയ്യുന്ന ഇതാണ്. ഇപ്പോൾ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്താൽ OTP വേറെ നമ്പറിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെ അവർ എന്താ പറയുക, ചില കമ്പനീസ് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യില്ല. അപ്പോൾ ഇതിന് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒന്നാണ് CSRF ടോക്കൺ വെച്ചാൽ അത് മാറിക്കൊണ്ടിരിക്കും. സോ അത് ഒരു അറ്റാക്കറിന് കിട്ടൂല. ഇങ്ങനത്തെ രീതിയിൽ ചിന്തിക്കണം. ആ രീതിയിൽ ചിന്തിച്ചാലേ എന്താ പറയുക, ഇതിനെല്ലാം ഒരു സ്റ്റോപ്പ്, ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ നിർത്തും. ഈ ബഗ് ബൗണ്ടി ചെയ്യുന്നവർക്ക് കമ്പനികളിലൊക്കെ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ജോലി കിട്ടാൻ എളുപ്പമാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം സത്യമാണ്? ബഗ് ബൗണ്ടി ചെയ്യുന്ന പറഞ്ഞാൽ ഏത് കമ്പനിക്കും പെനട്രേഷൻ ടെസ്റ്റേഴ്സിന് ആവശ്യമാണ്. അതെ. പിന്നെ ഇപ്പോൾ ചില കമ്പനീസ് ബഗ് ബൗണ്ടി പ്ലാറ്റ്ഫോംസിൽ കൊടുക്കും, പക്ഷെ ചില ഇൻറ്റേർണൽ ഡിവൈസസ് അവർ VAPT വൾനറബിലിറ്റി
അസസ്മെൻറ്റ് ആൻഡ് പെനട്രേഷൻ ടെസ്റ്റേഴ്സിനെ കൊടുക്കൂ. ബിക്കോസ് അവർ ഇൻറ്റേർണൽ ഡാറ്റ അതെല്ലാം ഉണ്ട്. സോ ആസ് എ ബഗ് ബൗണ്ടി ഹണ്ടർ നമുക്ക് ആ ഒരു VAPT റോളിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് ബോത്ത് ആർ സെയിം. ബഗ് ബൗണ്ടി ഹണ്ടർ പറഞ്ഞാൽ ഫ്രീലാൻസ് ചെയ്യുന്നത്, മറ്റേത് നമ്മൾ പെയ്ഡ് റോൾ, ഒരു മന്ത്ലി ഒരു സാലറി ഉണ്ടാവും ആ കമ്പനിക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്താൽ നമുക്കൊരു നല്ല ജോലി, നല്ല ഇൻകം, നല്ല ഇതും ചെയ്യാം അതും ചെയ്യാം. ഇതൊരു സൈഡ് ഇൻകം പോലെയായി അവിടെ ഒരു പെർമനന്റ് മന്ത്ലി ഇൻകം, സ്കില്ലും വർദ്ധിക്കാം. ഇപ്പോൾ സീനിയേഴ്സ് ആ കമ്പനിയിൽ അവരെ സൈഡിൽ നിന്നും ഇങ്ങനത്തെ ബഗ്സ് വന്നാൽ നമുക്ക് അവർ പറഞ്ഞുതരും. അതെല്ലാം രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ ലിങ്ക്ഡിൻ എന്ന പ്ലാറ്റ്ഫോം, ലിങ്ക്ഡിൻ, പിന്നെ HackerOne റിപ്പോർട്ട്സ് എല്ലാം വായിച്ചാൽ നമുക്ക് ഏകദേശം നമ്മളെ സൈഡിൽ നിന്ന് നമുക്ക് ചിന്തിച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യാം. പക്ഷേ വായിച്ച സെയിം റിപ്പോർട്ട് നമ്മൾ വേറെ സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ നോക്കിക്കൂടാ. ബിക്കോസ് അതിനൊരു ലോജിക്കില്ല. ബിക്കോസ് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സെയിം ബഗ് ഉണ്ട്, അത് അപ്പുറത്തും ഉണ്ടാവാം. അത് ചിന്ത, അത് നമ്മൾ അറ്റാക്കർ എന്ന രീതിയിൽ നമ്മളെ രീതിയിൽ തന്നെ അത് കൺവേർട്ട് ആക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ ഒരു പർട്ടിക്കുലർ ബഗ് കിട്ടും. അത് എപ്പോഴും കോപ്പി പേസ്റ്റ്, കോപ്പി പേസ്റ്റ് അതൊന്നും ശരിക്കും നടക്കുന്ന കാര്യമല്ല. ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും വലിയ ബൗണ്ടി ഏതായിരുന്നു? എനിക്ക് ഹയസ്റ്റ് ബൗണ്ടി കിട്ടിയത് ChatGPT $500 ആണ്. അത് 2-3 കമ്പനീസിൽ നിന്ന് അങ്ങനെ വേറെ കുറേ കിട്ടീനി. അങ്ങനെ അതിപ്പോൾ ഞാനിപ്പോൾ തുടങ്ങിയിട്ട് നിയർലി ഒരു 4-5 months മാത്രമേ ആയിട്ടു. അങ്ങനെ അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിരുന്നു ഈ ബഗ്ഗൊക്കെ കണ്ടുപിടിക്കാനൊക്കെ? എനിക്ക് എന്താ പറയുക, ഇതിനോടൊരു ക്രേസാണ്. എന്ത് സംഭവം എന്നറിയില്ല. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ബഗ് ബൗണ്ടിനെ പറ്റി അറിയുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം റീൽ വഴിയാണ്. മീൻസ് പഠിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഏൺ ചെയ്തുകൂടാ, എല്ലാവരും എന്താ പറയുക ബെറ്റിങ് ചെയ്യുന്നു, അത് ചെയ്യുന്നു. ഇതാണെങ്കിൽ വേറെ തന്നെ ഒരു വെറൈറ്റി. മീൻസ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ് ചെയ്ത ഞാൻ ആ ഒരു ഫീൽഡിൽ തന്നെ സെയിം ആൾക്കാർ ഡെവലപ്പേഴ്സായിട്ട് ബാക്കിലെടുക്കുമ്പോൾ എന്തുകൊണ്ട് അതിലൂടെ അവരെ ഹ്യൂമൻ എറേഴ്സ് കാരണം എനിക്ക് മണി ഉണ്ടായിക്കൂടാ. അപ്പോൾ ഇതിനെപ്പറ്റി ഇത് ആലോചിക്കാൻ തുടങ്ങി. പിന്നെ CH കോഴ്സ് ചെയ്തു. അപ്പോൾ അതിനോട് കുറച്ചും കൂടി എനിക്ക് അറിവുകൾ കൂടി. അപ്പോൾ അതിനനുസരിച്ച് ഞാനിപ്പോൾ എന്താ പറയുക അറ്റാക്കിങ്ങും ഇതെല്ലാം കുറേ വായിക്കാൻ തുടങ്ങി. ലിങ്ക്ഡിൻ വഴി കുറേ ആൾക്കാർ ബൗണ്ടി കിട്ടിയത് അവർ ടിപ്സ് എന്ന് പറഞ്ഞിട്ടിടും. അപ്പോൾ ആ ഒരു ടിപ്സ് ഞാൻ ഓർത്തിട്ട് പിന്നെ എനിക്കത് വെച്ചിട്ട് എങ്ങനെ ചേഞ്ചസ് വരുത്താം, ആ ടിപ്പിൽ ചേഞ്ചസ് വെച്ച് എനിക്ക് ഒരു ആപ്ലിക്കേഷനിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ആ രീതി ചിന്തിച്ചിട്ട് കുറേ ബൗണ്ടീസ് അടിച്ചിന്. ഇപ്പോൾ കുറേ റീകോൺ വഴി ഒരു കമ്പനിയിൽ ഒരു പ്രോഗ്രാമുണ്ട് മൊണാഷ് യൂണിവേഴ്സിറ്റി എന്നിട്ട്. അതിൽ റീകോൺ വഴി കിട്ടുന്ന ഡാറ്റാസ് കുറവാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് അതിൽ നമ്മൾ റീകോൺ ചെയ്തിട്ട് വെറും റീകോണിൽ മാത്രം നമുക്ക് നിയർലി $800 കിട്ടി. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഷെയർ ചെയ്ത് ഉപയോഗിച്ചു. കൊളാബറേറ്റ് ചെയ്താൽ ബിക്കോസ് അവർക്കും അറിവ് കിട്ടും, നമുക്കും അറിവ് കിട്ടും. അപ്പോൾ അതിന് ശരിക്കും BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അതുപോലെ CH കോഴ്സ് ചെയ്തു. അപ്പോൾ സൈബർ സെക്യൂരിറ്റിയിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിനുള്ള റോഡ് മാപ്പ് എങ്ങനെയായിരിക്കും? അവർക്കൊരു ബഗ് ബൗണ്ടിയിലേക്ക് എത്താൻ ബെസ്റ്റ് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ CH ചെയ്യുക. CH പറഞ്ഞാൽ ഏതിപ്പോൾ BTech ആയാലും BSc സുവോളജി ആയാലും അവർക്ക് CH പറഞ്ഞിട്ട് തുടങ്ങിയാൽ അവരെ മൊഡ്യൂൾസ് 1 to 20 ആണ്. ബേസ് മുതലേ നെറ്റ്വർക്കിംഗ് ബേസിക് മുതലേ അതിലുണ്ട്. സോ അവർക്ക് അത് പഠിക്കാനും മനസ്സിലാക്കാനും എളുപ്പമാണ്. സോ ബെസ്റ്റ് വേ CH ചെയ്യാം. എന്നിട്ട് SOC മീൻസ് ഡിഫെൻസീവ്. ആദ്യം അറ്റാക്കിങ് പഠിച്ചാൽ പിന്നെ ഡിഫെൻസീവ് എളുപ്പമാവും. ഫസ്റ്റ് തന്നെ ഡിഫെൻസീവ് പഠിച്ചാൽ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. സോ അറ്റാക്കിങ് നല്ല വൃത്തിയിൽ മനസ്സിലാക്കിയാൽ ഡിഫെൻസീവ് നമുക്ക് നേരെ മനസ്സിലാവും. സോ ഏത് സ്റ്റുഡൻറ്റിന് എങ്ങനെ വേണമെങ്കിലും എന്താ പറയുക ഈ ഒരു ഫീൽഡിലേക്ക് വരാം. സൈബർ സെക്യൂരിറ്റി അതും ചെറിയൊരു ഫീൽഡല്ല. ഇപ്പോൾ വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി അല്ല, പ്രൊഡക്റ്റ് സെക്യൂരിറ്റി ഉണ്ട്, ക്ലൗഡ് സെക്യൂരിറ്റി ഉണ്ട്, ഇങ്ങനെ വലിയൊരു വാസ്റ്റ് കമ്പനിയാണ്. പിന്നെ AI LLM സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ വേറെ തന്നെ ഒരു ഫീൽഡാണിത്. സോ ആൾക്കാർക്ക് ഇതിലേക്ക് വന്നാൽ പിന്നെ കയറി പോവാം. നല്ല രീതി നല്ല സാലറി ഉണ്ട്, നല്ല പാക്കേജസും കിട്ടും. സോ ഇറ്റ്സ് ഗുഡ് ദാറ്റ് ഇഫ് എ പേഴ്സൺ who is mainly studying BSc or he is not interested in that particular what he's studying, he can come into cyber security and he can learn easily. അപ്പോൾ എളുപ്പത്തിലും പഠിക്കാം, അധികം ടെൻഷൻ ഇല്ലാണ്ടും പഠിക്കാം. നൈസ് എന്താണ്. പിന്നെ വൾണറബിലിറ്റീസ് കണ്ടുപിടിക്കുമ്പോൾ അതിലൊരു എന്താ പറയുക നമുക്കൊന്ന് ഒരു എന്തൂസിയാസം ഉണ്ട്. അത് മീൻസ് വൾണറബിലിറ്റീസ് പറഞ്ഞാൽ വെറുതെ ബഗ് കണ്ടുപിടിച്ചല്ല, അത് സത്യം പറഞ്ഞാൽ ഹാക്കിങ് തന്നെയാണ്. ഇപ്പോൾ നാസയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഫസ്റ്റ് എൻ്റെ ഒരു എയിമായിരുന്നു നാസ ഹോൾ ഓഫ് ഫെയിം. അത് ഫസ്റ്റ് 3 ദിവസം ഇരുന്നു. ബിക്കോസ് ബഗ് ബൗണ്ടിനെ പറ്റിയിട്ട് അങ്ങനെയൊന്നും അറിഞ്ഞില്ല. അപ്പോൾ
റീകോണിൽ തന്നെയാണ് നാസ ഹോൾ ഓഫ് ഫെയിം അടിച്ചു. നാസയിൽ എനിക്ക് തോന്നുന്നു ലെറ്റർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ കിട്ടി, അപ്രിസിയേഷൻ ലെറ്റർ കിട്ടിനി. പിന്നെ ഹോംലാൻഡ് സെക്യൂരിറ്റി അവരെ വെബ്സൈറ്റിലും കിട്ടി, അവരെ അപ്രിസിയേഷൻ ലെറ്റർ കിട്ടിനി. വീട്ടിൽ ഇതൊക്കെ കിട്ടിയപ്പോൾ എന്തായിരുന്നു വീട്ടിലുള്ള ഒരു പ്രതികരണം? ആദ്യം സത്യം പറഞ്ഞാൽ പാരൻസിന് ഈ സൈബർ സെക്യൂരിറ്റി ഫീൽഡിനെ പറ്റിയിട്ട് അധികം അറിയുന്നുണ്ടായിട്ട്, അപ്പോൾ അവർക്കൊരു പേടി ഉണ്ടായിനി. ഇപ്പോൾ എല്ലാം വന്നിട്ടാകുമ്പോൾ ഇതിനെ ഭയങ്കര രീതിയിൽ എഫക്റ്റ് ആവുമോ, എനിക്കത് കോപ്പപ്പ് ചെയ്യാൻ പറ്റുമോ, ബിടെക്കിൽ അങ്ങനെ നല്ല വൃത്തിയിൽ മാർക്കൊന്നും ഉണ്ടായില്ല. സോ അവർക്കൊരു പേടി എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന്. പക്ഷേ എനിക്കൊരു ഇതിനോടൊരു ഇൻട്രസ്റ്റ് കാരണം ഞാൻ അച്ചീവ്മെൻറ്റ്സ് അച്ചീവ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ്. ഓരോരോ അച്ചീവ്മെൻറ്റ്സ് അച്ചീവ് ചെയ്യുമ്പോൾ ഇവർക്ക് എന്നിലൊരു വിശ്വാസം വരാൻ തുടങ്ങി, ഇവനെ കൊണ്ട് പറ്റും എന്ന രീതിയിൽ. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി അവർ. പിന്നെ ബാംഗ്ലൂർ പഠിക്കുന്നുണ്ട്, അവിടെ ചിലവ് പൊതുവേ കൂടുതലാണ്. അപ്പോൾ ബൗണ്ടീസ് ഇടാൻ തുടങ്ങുമ്പോൾ എനിക്ക് തന്നെ വീട്ടുകാരോട് ചിലവിൻ്റെ പൈസ ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടാണ്, ഞാൻ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലും എനിക്ക് അവരെ ഞാൻ എന്താ പറയുക ഒരു ഫ്രസ്ട്രേറ്റഡ് പോലെ ആക്കുന്നില്ല എന്ന് എനിക്കൊന്ന് തോന്നുന്നുണ്ട്. സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ പ്രോഗ്രാമിംഗ് അറിയണം എന്നൊരു കൺസെപ്റ്റ് പൊതുവെ എല്ലാവരുടെ ഇടയിലുണ്ട്. അത് എത്രത്തോളം സത്യമാണ്? എൻ്റെ രീതിയിൽ എനിക്ക് പ്രോഗ്രാമിംഗ് അറിയില്ല. എനിക്ക് പൈത്തൺ കുറച്ചറിയാം, സി കുറച്ചറിയാം, ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചറിയാം. പിന്നെ SQL ഡാറ്റാബേസ് അത് കുറച്ചറിയാം, ഇങ്ങനത്തെ കാര്യങ്ങളറിയാം. പക്ഷേ ഇതിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ മാനുവൽ ടെസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഓട്ടോമേഷൻ എന്നെല്ലാം പറഞ്ഞാൽ ഏറ്റവും കൂടുതലും വരുന്നത് ഫോൾസ് പോസിറ്റീവാണ്. ഇപ്പോൾ എന്താ പറയുക, വെറുതെ ഒരു Nmap സ്കാൻ ചെയ്തു, അപ്പോൾ വൾണറബിലിറ്റീസ് അവർ കാണിച്ചു, ഇത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് വൾണറബിലിറ്റീസ് ഓപ്പൺ പോർട്ട്സ് കാണിച്ചു. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഇതെല്ലാം ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ അവരെ ആക്സെപ്റ്റ് ചെയ്യില്ല. ബിക്കോസ് അവർക്ക് അത് ഒരു അറ്റാക്കർ എന്ന രീതിയിൽ എത്ര വരെ എസ്കലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ SSH പോർട്ട് ഓപ്പൺ ആണെങ്കിൽ SSH ബ്രൂട്ട് ഫോഴ്സ് ആയിട്ട് ആടെ ഓപ്പൺ ചെയ്ത് കിട്ടിയാൽ അത് P1 ആണ് കാറ്റഗറി. RCE ആടെ നമുക്ക് ചെയ്യാം, റിമോട്ട് കോഡ് എക്സിക്യൂഷൻ പോസിബിൾ ആണ്. സോ RCE കിട്ടിയാൽ നമുക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം. പക്ഷേ ഫോൾസ് പോസിറ്റീവായ റിപ്പോർട്ട്സ് പൊതുവേ കൂടുതലായിട്ടും എന്താ പറയുക, ഇത് അവർ ഓട്ടോമേറ്റഡ് ടൂൾസ് പറഞ്ഞുതരും. അതിന് നമ്മൾ മാക്സിമം നമ്മൾ അതിന് അറ്റാച്ച് ആയിക്കൂടാ. ഇപ്പോൾ ബർപ്പ് ഷൂട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് പ്രോക്സി ഓൺ ആക്കിയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവർ വെറുതെ പറയും സെഷൻ കുക്കി ഈസ് ഇൻ URL എന്ന്. ഫോൾസ് പോസിറ്റീവ് അത് നമുക്ക് കാണാൻ പറ്റണം. പിന്നെ അത് നമ്മൾ ഇമ്പാക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ റിപ്പോർട്ട് ഇങ്ങനത്തെ ബർപ്പ് ഷൂട്ട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു ബഗ് ഉണ്ട് ഇതിലുണ്ട്. അവർ ചില കമ്പനി പ്രോഗ്രാംസിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും ഔട്ട് ഓഫ് സ്കോപ്പിൽ, എന്തുകൊണ്ട് ഓട്ടോമേറ്റഡ് റിപ്പോർട്ട്സ് ടൂൾസ് റിപ്പോർട്ട്സ് ആർ നോട്ട് ആക്സെപ്റ്റഡ് എന്നിട്ട്. അവിടെ ഇമ്പാക്റ്റും അതെങ്ങനെ ഒരു അറ്റാക്കറിനെ എസ്കലേറ്റ് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ അവർക്ക് അറിയാണ്ട് അവർ ബൗണ്ടീസ് ഒന്നും തരില്ല. സോ മെയിൻലി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞത്. ഇപ്പോൾ എല്ലാം അതിൽ ഫുൾ ആശ്രയിക്കുന്ന ആൾക്കാരും ഉണ്ട്, പക്ഷേ ഞാനത് യൂസ് ചെയ്യലില്ല. സോ എനിക്കത് എന്താ പറയുക, ചില സമയത്ത് വർക്കാവില്ല. പിന്നെ എല്ലാം മിക്കവാറും നല്ലോണം പെയ്ഡ് സാധനങ്ങളാണ്, $120 $150 അതെല്ലാം കൊടുക്കണം. അതറിയാണ്ട് ഞാൻ മാനുവൽ ടെസ്റ്റിങ്ങാണ് കൂടുതലും ചെയ്യൽ. മാനുവൽ ടെസ്റ്റിങ്ങിൽ ഞാനിപ്പോൾ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ സൈബർ സെക്യൂരിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട്സ് പറയും എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണൊന്ന് ഹാക്ക് ചെയ്ത് തരുമോ, അല്ലെങ്കിൽ എൻ്റെ ഗേൾ ഫ്രണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്ത് തരുമോ എന്നെല്ലാം ഇങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ? അങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്? അങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് എനിക്ക് അവർക്ക് കൊടുക്കുന്നതിനെക്കാട്ടിയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്താൽ അവർ കമ്പനി തരുന്നത് $300K ആണ്. ഞാൻ വെറുതെ അക്കൗണ്ട് എടുത്ത് കൊടുക്കണം, അല്ല എനിക്ക് $300K ആണോ നല്ലത്? $300K ആണ്. അപ്പോൾ ഇത് അത്ര സെക്യൂർഡ് ഇതാണ് എന്താ പറയുക ഇൻസ്റ്റാഗ്രാം. അവരങ്ങനെ ആ രീതിയിൽ ലൂപ്പ് ഹോൾസും വിടൂല, അവരെ യൂസേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ പൊതുവെ അക്കൗണ്ട്സ് എല്ലാം പോകുന്നത് ഫിഷിങ് അതെല്ലാം വഴിയാണ്, ഫിഷിങ് വഴിയെല്ലാം പോകുന്നത്. സോ എന്താ പറയുക, ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്കാക്കി തന്ന് ഞാൻ പറയുന്നുണ്ട് മാക്സിമം അവരോട്. എനിക്ക് എന്തായാലും നമ്പർ തന്നിട്ട് ലൊക്കേഷൻ ട്രാക്ക് അതൊന്നും പോസിബിൾ അല്ല അങ്ങനെ. അതിപ്പോൾ എന്താ പറയുക സൈബർ സെല്ലിൻ്റെ അവരടക്കം എന്താ പറയുക ടവർ ട്രയാങ്കിളിംഗ് എന്ന് പറയും. അവർക്ക് മീൻസ് ഏതെല്ലാം ടവറിലൂടെ പാസ്സായെന്ന് അറിയാൻ പറ്റും, ഏത് പിൻ പോയിന്റ് ലൊക്കേഷൻ എന്ന് അറിയാൻ പറ്റൂല. സോ ഇങ്ങനത്തെ എല്ലാം കാര്യമുണ്ട്. അതിപ്പോൾ ഈ സിനിമയിലൂടെ കുറേ കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നിട്ട് ഡയറക്റ്റ് സാറ്റലൈറ്റ് ഹാക്ക് ചെയ്യുന്നത് അതെല്ലാം പോസിബിൾ അല്ല. ബിക്കോസ് ചില സാറ്റലൈറ്റ് ഹാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സെർവർ ആക്സസ് കിട്ടണം, അതും സെർവറിൻ്റെ ആ സെർവർ റൂമിൽ പോയിട്ട് ഇരിക്കണം. അതെല്ലാം അങ്ങനെ പോസിബിൾ അല്ല. അതിൽ അത്ര സെക്യൂർഡ് ഫെസിലിറ്റീസിൽ നുഴഞ്ഞു കയറുന്നതെല്ലാം പറഞ്ഞാൽ എളുപ്പമില്ല കാര്യമല്ല. ഈ അടുത്തിടെ ഒരു പുറത്തുള്ളൊരു വിദേശത്തുള്ളൊരു കമ്പനിയിൽ നിന്നൊരു വലിയൊരു ഓഫർ ലെറ്റർ കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു, അത് ശരിയാണോ?
ഓഫർ ലെറ്റർ കിട്ടിയാൽ ശരിയാണ്, അതിനൊരു സർട്ടിഫിക്കേഷൻ കൂടി ചെയ്യണം. അതുകൊണ്ട് ഐ എം പ്ലാനിങ് ടു ഡു ദാറ്റ് പെർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ. നല്ലൊരു പാക്കേജാണ്, റിമോട്ടാണ് ജോബ്. അത് കിട്ടിയിട്ടാകുമ്പോൾ എനക്കും നല്ലൊരു സാലറി കിട്ടും. ഇത്രത്തോളം ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടാ കിട്ടുന്നു. പക്ഷേ എനക്കും ഇത്രത്തോളം ഇത്ര വലിയ സാലറി കിട്ടാൻ ഇല്ല ഒരു സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ഇനി മുതൽ അങ്ങനത്തെ ഒരു നല്ല എന്താ പറയുക സർട്ടിഫിക്കേഷൻ ചെയ്യിച്ച് കുറച്ചും കൂടി നോളേജ് വർദ്ധിപ്പിക്കാനും ബഗ് ബൗണ്ടി ആയാലും പെനട്രേഷൻ ടെസ്റ്റിംഗ് ആയാലും സോക്ക് ആയാലും എല്ലാത്തിലും ഞാനൊരു എന്താ പറയുക പഠിച്ചുകൊണ്ടിരിക്കാൻ തീരുമാനിച്ചിരുന്നു. പാക്കേജ് ഒന്ന് പറയാൻ പറ്റുമോ? നിയർലി എന്താ പറയുക ഒരു $50,000-70,000 ഡോളേഴ്സാണ്. പൊതുവേ എല്ലാവരും പറയും സൈബർ സെക്യൂരിറ്റി പഠിച്ച് ഇത്ര വലിയൊരു ഇത്ര വലിയൊരു പാക്കേജിൽ ജോലി കിട്ടുമോ എന്നൊക്കെ എല്ലാവർക്കും സംശയമുണ്ട്. അപ്പോൾ സാധ്യമാണല്ലേ ശരിക്കും? സാധ്യമാണ്. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് മോർ ദാൻ 70 lakhs പാക്കേജിൽ US പ്ലേസ്ഡ് ആയി അവരുണ്ട്, അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ചില കമ്പനീസ് കോടിക്കണക്കിനാണ് ഇന്ത്യൻ റുപ്പീസിൽ കൊടുക്കുന്നത് സൈബർ സെക്യൂരിറ്റി. ബിക്കോസ് ചില കമ്പനീസ് അവർക്ക് ഡാറ്റ ആൻഡ് യൂസേഴ്സാണ് പ്രാധാന്യം പ്രൊഡക്ട്സിനെ കാട്ടിയും. അപ്പോൾ ഡാറ്റ ലീക്കേജ് വന്നാൽ അവരെ കസ്റ്റമർ അവരെ വിട്ടിട്ട് പോകും. അങ്ങനെ ആയിക്കൂടാ. അതുകൊണ്ട് അവർ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്, പിന്നെ GRC പോളിസി മേക്കേഴ്സ്, ഇങ്ങനത്തെ കുറേ റോൾസ് ഉണ്ട്. സൈബർ സെക്യൂരിറ്റിയിൽ തന്നെ കുറേ പോളിസി റൈറ്റേഴ്സ് ഉണ്ട്, പിന്നെ സോക്ക് അനലിസ്റ്റ് ഉണ്ട്, പിന്നെ പെൻട്രേഷൻ ടെസ്റ്റേഴ്സ്. ഇത് എന്താ പറയുക, സൈബർ സെക്യൂരിറ്റി വാസ്റ്റിൽ 3 ആൾക്കാർ ഇതാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടും കുറേ റോൾസ് ഉണ്ട്, സോഴ്സ് കോഡ് വ്യൂവേഴ്സ്, അങ്ങനെ കുറേ എലമെൻറ്റ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ഒരു സാലറി നമുക്ക് കിട്ടുന്ന പറഞ്ഞാൽ ഒരു വാസ്റ്റാണ്. എന്താ പറയുക, ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ടിങ് തന്നെ ഇന്ത്യയിൽ നല്ലൊരു സാലറി പാക്കേജിൽ കിട്ടും. പക്ഷേ ഇന്ത്യൻ കമ്പനീസ് അല്ല, ഫോറിൻ കമ്പനീസാണ് അത് കൊടുക്കുന്നത്. ശരിക്കും ഒരു സ്റ്റുഡൻറ്റിന് ബഗ് ബൗണ്ടി ചെയ്യുന്നതിലൂടെയുള്ള മെച്ചം എന്താണ്? കരിയറിലായിട്ടുള്ള മെച്ചം എന്താണ്? ഫസ്റ്റ് വൺ പറഞ്ഞാൽ അറിവ് നമുക്ക് കിട്ടും. ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ബഗ് ബൗണ്ടി ചെയ്താൽ നമുക്ക് പെനട്രേഷൻ ടെസ്റ്റിങ്, ഒരു വെബ് ആപ്ലിക്കേഷൻ എങ്ങനെ വർക്കിംഗ് ചെയ്യുന്നതെന്നും പോലും നമുക്ക് പഠിക്കാൻ പറ്റും. ഡെവലപ്പേഴ്സ് അത് ഉണ്ടാക്കും, അതുപോലെ നമുക്കതിൽ അവരുണ്ടാക്കി തരും, നമ്മൾ ടെസ്റ്റ് ചെയ്യും. പൊതുവെ അങ്ങനെയാണ് നടക്കൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ അറിവ്, രണ്ടാമത്തെ പറഞ്ഞാൽ വരുമാനം വരും. നമുക്ക് പൈസ വരുന്ന ഡോളേഴ്സിലാണ് പൊതുവെ എല്ലാ എന്താ പറയുക ബഗ് ക്രൗഡ് ഹാക്കർ ആയാലും. അപ്പോൾ ഡോളേഴ്സിൽ വരുമ്പോൾ അത് നല്ലൊരു എമൗണ്ടാണ്. ആസ് പെർ എ സ്റ്റുഡൻറ്റ് അത് അവരെ എന്താ പറയുക, അവർക്ക് എഡ്യൂക്കേഷണൽ പേർപ്പസിനും അവരെ എൻ്റർടൈൻമെൻ്റ് ആയാലും എന്തിനു വേണ്ടായാലും അവർക്കത് യൂസ് ചെയ്യാം. പിന്നെ കമ്പനിയിൽ അവർക്കത് എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടാൻ പറ്റും. ബഗ് ബൗണ്ടി ഈസ് മെയിൻലി ഫ്രീലാൻസിങ്. സോ അത് അവർക്ക് റെസ്യൂമിൽ വെക്കാൻ പറ്റും. പിന്നെ കമ്പനീസ് അച്ചീവ്മെൻറ്റ് അപ്രിസിയേഷൻ ആയിട്ട് കൊടുക്കും, അത് നമുക്ക് അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നാസ അവർ ലെറ്റർ ഓഫ് റെക്കഗ്നീഷൻ, പിന്നെ ഇന്ത്യൻ ഗവൺമെൻറ് അവർ മെയിൽ അയച്ചു തരും. സോ പിന്നെ ഹോംലാൻഡ് സെക്യൂരിറ്റി ലെറ്റർ തരും. ഇതൊക്കെ അവർക്ക് അതിൽ അപ്രിസിയേഷൻ ലെറ്റർ എന്ന രീതിയിൽ വെക്കാനും പറ്റും. നമ്മൾ ജോലിക്കൊക്കെ നമ്മുടെ റെസ്യൂം കൊടുക്കുമ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻസ് അതിൽ കിട്ടും. അതെ. പിന്നെ നാസ എന്നെല്ലാം പറഞ്ഞാൽ വലിയൊരു സ്പേസ് ഇതല്ലേ. അപ്പോൾ അവർക്കത് എന്തായാലും എന്താ പറയുക, അത്ര വലിയൊരു കമ്പനീൻ്റെ ബഗ് കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പിന്നെ അതുപോലെ ഹോംലാൻഡ് സെക്യൂരിറ്റി അതൊരു US ഗവൺമെൻറ് ഇതാണ്. അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമാണ്. ഇന്ത്യൻ ഗവൺമെൻറ് ആയാലും അത് സ്വന്തം ഗവൺമെന്റിൽ തമാശ രൂപേണ പറയാറുണ്ട് ഇവൻ നാസ ഹാക്ക് ചെയ്ത ആളാണ്. അതെ. ഇപ്പോഴാണ് അതിന്റെ ഒരു എത്രമാത്രം നല്ലൊരു കാര്യമാണ്, ഇമ്പോർട്ടൻസ് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാവും. അതെ. അതിപ്പോൾ നമ്മൾ ആ ഒരു എഫേർട്ട് ഇട്ടിട്ട് നമുക്കത് കിട്ടുമ്പോൾ നമുക്കൊരു എന്താ പറയുക പ്രൗഡ് മൂമെന്റ്. ഞാൻ ഇത്ര വലിയ കമ്പനിയിൽ നിന്ന് ബഗ് കണ്ടുപിടിച്ചു. അതൊരു ഭയങ്കര ഒരു ഇതാണ്. എനിക്ക് ChatGPT ഏറ്റവും നല്ലോണം ഹാപ്പി ആയത് ഗൂഗിളിൽ ബഗ് കണ്ടുപിടിച്ചിട്ടാകുമ്പോഴും പിന്നെ മൈക്രോസോഫ്റ്റിൽ അവർ അക്നോളജ് ചെയ്ത് അവരെ വെബ്സൈറ്റിൽ. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ബിക്കോസ് ഗൂഗിളും മൈക്രോസോഫ്റ്റ് പറഞ്ഞാൽ ഈ ലോകത്ത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. വിൻഡോസും പിന്നെ ഗൂഗിൾ, യൂട്യൂബ് ഉപയോഗിക്കും, ഉപയോഗിക്കും. മീൻസ് ഇവരെ ഡാറ്റാസ് അല്ല ഇവരെ വെബ്സൈറ്റിലെല്ലാം ബ്രീച്ച് കണ്ടുപിടിക്കുന്നതും പിന്നെ എന്താ പറയുക ബഗ് കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ അതൊരു പ്രൗഡ് മൂവ്മെൻറ്റ്. ഇത്ര ആൾക്കാർ ഉപയോഗിച്ചിട്ട് എനിക്ക് അതിൽ കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ഗൂഗിളിൻ്റെ ഹോണറബിൾ മെൻഷനിലൊക്കെ വരിക എന്ന് പറയുന്ന വലിയ കാര്യമാണല്ലേ. അത് എന്താ പറയുക, ഞാൻ കുറേ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിനി. അവർ കുറേ എണ്ണം എന്താ പറയുക അവർ രീതിയിൽ അത് ഇമ്പാക്റ്റബിൾ അല്ല. ബിക്കോസ് ബഗ് ക്രൗഡിലില്ല പോലെയല്ല അവർ അസസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ട്. അവർക്കത് ഏതെല്ലാം ടൈപ്പ് ഓഫ് വർക്ക്, മെയിൻലി ഫോർ എക്സാമ്പിൾ ഒത്തൻറ്റിക്കേഷൻ ബൈപ്പാസ്, പിന്നെ വെരിഫിക്കേഷൻ ബൈപ്പാസ്, ഇങ്ങനത്തെ എല്ലാം ആണ് അവർക്ക് വേണ്ടത്. ഇവിടെ P5 ഇല്ലത് അവിടെ അവർ P2 P1 രീതിയിൽ നോക്കും. പിന്നെ P0 ഉണ്ട്, അതൊക്കെ അവർ നോക്കലുണ്ട്. നമുക്കറിയാം ഗൂഗിൾ എന്ന് പറയുമ്പോൾ ഒരുപാട് സെക്യൂരിറ്റി എക്സ്പേർട്സ് ഒക്കെ ഉള്ള ഒരു
ഓർഗനൈസേഷൻ ആണ്. അതെ 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 അവരുടെ ഒരു ബഗ് കണ്ടുപിടിക്കുന്നു പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു അതെ അതെ ഇമ്പോർട്ടൻസ്. എനിക്ക് കിട്ടിയ ബഗ് എന്ന് പറഞ്ഞാൽ റീകോൺ വഴി കിട്ടിയ ഒരു ബഗ്ഗാണ്. അവരൊരു ഇൻറ്റേർണൽ ഡാറ്റ എല്ലാം ഒരു ലിങ്കാണ് കിട്ടിയത്. സോ അത് കുറേ കഷ്ടപ്പെട്ടിന് കിട്ടാൻ. മീൻസ് എഫേർട്ട് ഇട്ടിനി. മീൻസ് ഇതിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ പേഷ്യൻസ് വേണം. ബിക്കോസ് എല്ലാ റിപ്പോർട്ടും നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് അവർ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അവർ ചിലപ്പോൾ പറയും ഇത് നിങ്ങൾക്ക് മീൻസ് നമ്മൾ അത് ബഗ് എന്നിട്ട് ഇങ്ങനെ ആവേശത്തിൽ കൊടുക്കും. പക്ഷേ മെയിൽ വരുമ്പോൾ പറയും ഇത് ഇൻഫോർമേഷനലാണ് അല്ല നോട്ട് അപ്ലിക്കബിൾ. അപ്പോൾ നമുക്കൊരു നെഗറ്റീവ് തോന്നും. പക്ഷെ നമ്മൾ അത് തോന്നാതെ മുമ്പിലോട്ടത് ക്യാരി ഫോർവേഡ് ചെയ്യണം. നമുക്ക് ഇനിയും പറ്റും, ഇനിയും കിട്ടും. ആ രീതിയിൽ നമ്മൾ പോയാൽ എന്തായാലും നമുക്ക് ബഗ് അടിക്കും. ഫസ്റ്റ് എനിക്കൊരു 3 മാസം ഏറ്റവും കൂടുതൽ വന്നത് ഇതാണ്, റിജക്ഷൻ മെയിലും ഡ്യൂപ്ലിക്കേറ്റും. മീൻസ് വേറെ ആൾ സബ്മിറ്റ് ചെയ്തു, പിന്നെ അതിനുശേഷം ഒരു ബൗണ്ടി അടിച്ചു, പിന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, ഒരു സെവറിറ്റിയും കൂടാൻ തുടങ്ങി, ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, ബൗണ്ടി കിട്ടാൻ തുടങ്ങി. ആ രീതിയിൽ ശരിക്കും ഇപ്പോൾ ഒരു സൈബർ ഹീറോ ആണ്. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. മീൻസ് നമ്മളെ എന്താ പറയുക മാക്സിമം എഫേർട്ട് ഇടുന്നു, അതിനില്ല നമുക്ക് കിട്ടും. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ബഗ് ബൗണ്ടിയൊക്കെ ചെയ്ത് ഒരുപാട് ബഗ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ടെക് ബൈ ഹാർട്ടിലെ ട്രെയിനിങ് ശരിക്കും എത്രത്തോളം സഹായകമായിട്ടുണ്ട്? അവിടുത്തെ ടീച്ചേഴ്സെല്ലാം നല്ല ഫ്രണ്ട്ലി ആണ്. എന്താ പറയുക, ഫസ്റ്റ് ഞാൻ അറ്റംപ്റ്റ് ചെയ്ത് കുറേ ഇപ്പോൾ റിജക്ഷൻ മെയിൽ വന്ന സമയത്തെല്ലാം ശ്രീത് സാറോട്, ബാംഗ്ലൂരിലത്തെ ട്രെയിനാണ്, ശ്രീത് സാറോട് പറഞ്ഞിട്ട് ശ്രീത് പറഞ്ഞു നീ പഠിക്കാൻ എനിക്ക് ഈ അടുത്തൊരു ബഗ് അടിക്കും. അതിലാണ് നാസ അടിച്ചത്. അത് ആ ഒരു എന്താ പറയുക മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ശ്രീത് സാറിൻ്റെ പിറന്നാളിലന്ന് യാത്രയാണ് സാധനം അടിച്ചത്. അന്ന് മീൻസ് 12 o'clock സാറിൻ്റെ പിറന്നാൾ, അന്ന് ഒരു 1 മണിയാകുമ്പോൾ മെയിൽ വന്നു, ഹോൾ ഓഫ് ഫെയിം കയറി. അങ്ങനെ പിന്നെ ഷോണിത് സാറാണ് പിന്നെ നമ്മളെ ട്രെയിൻ ചെയ്തത്, ശ്രീത് സാറും ട്രെയിൻ ചെയ്തിനി. പിന്നെ റസൽ സാറ് മോട്ടിവേറ്റ് ചെയ്തു നല്ല വിധത്തിൽ. പിന്നെ ഷെസിൻ സാറും രോഹിത് സാറും രണ്ടാളും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ വിളിക്കും. അവരെന്ത് ഇതിലുണ്ടെങ്കിലും അവർ 1 മിനിറ്റ് അവിടെ ക്ലാസ് എടുക്കുന്നതിൽ വന്നിട്ട് എടാ ഇതിങ്ങനെ ചെയ്ത് നോക്ക് എന്ന് എന്നോട് പറയും. അപ്പോൾ അത് ഒരു മോട്ടിവേഷനായിട്ട് ഞാൻ എടുത്തിനി. അത് നല്ലൊരു ഹെൽപ്ഫുള്ളായിനി, ബഗ്സ് കിട്ടീനി. അപ്പോൾ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു എല്ലാവരും. ഇപ്പോൾ മേജർ കമ്പനികളായിട്ടുള്ള ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, ഓപ്പൺ എ, ടെസ്ല, അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ചില വെബ്സൈറ്റുകൾ, ഇതിലൊക്കെ അതിലൊരുപാട് ബഗ് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റ് ചില വെബ്സൈറ്റുകളിലുള്ള ബഗ്ഗും കണ്ടുപിടിച്ചത് ഞാനിങ്ങനെ അറിഞ്ഞു, ശരിയാണോ? ഞാൻ 2-3 വെബ്സൈറ്റിൽ, മീൻസ് എക്സോട്ടിക് വെബ്സൈറ്റിൽ സച്ച് ആസ് പോണ വെബ്സൈറ്റിൽ ഞാൻ കയറി. അവർ ബൗണ്ടി ചെയ്യുന്നുണ്ട്? ഉണ്ട്, അവർക്ക് ബൗണ്ടി ഉണ്ട്. അവർക്ക് ഹാക്കർ വണ്ണിലും ബഗ് റൗഡ് രണ്ടിലും ഉണ്ട്. ഇപ്പോൾ പോൺ ഹബ് ആണെങ്കിൽ ബഗ് ക്രൗഡിൽ, എക്സ്പീരിയൻസ് ആണ് ഹാക്കർ വണ്ണിൽ, ഇങ്ങനെയുണ്ട്. സോ ആൾക്കാർ പൊതുവേ ഇതിൽ ബഗ്സ് നോക്കാൻ കയറില്ല. അപ്പോൾ എനിക്ക് ഏകദേശം ഉറപ്പുണ്ടായിനി എന്തായാലും 1-2 അതിനുള്ളിൽ ഉണ്ടാവും. എക്സ്പീരിയൻസ് കയറി 2 ബഗ് അടിച്ചു, നല്ലൊരു ബൗണ്ടി കിട്ടി. അപ്പോൾ അതുപോലെ പോൺ ഹബിലും നോക്കി, അവിടെയും ബഗ് അടിച്ചു. സോ നമ്മൾ എന്താ പറയുക, ആൾക്കാർ യൂസ് ചെയ്യുന്ന കുറവില്ല വെബ്സൈറ്റ് നമ്മൾ നോക്കിപ്പോയാൽ നമുക്ക് നല്ല ചിലപ്പോൾ വലിയ ബൗണ്ടീസ് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്താൽ നല്ല ഇതായിരിക്കും. പിന്നെ ഇതൊരു എന്താ പറയുക, ഒരു ഫണ്ണും അല്ലേ, എന്താ പറയുക, പോൺ ഹബ് ഇത് കിട്ടി, ഹോൾ ഓഫ് ഫെയിമിൻ പോണം എന്നെല്ലാം പറയുമ്പോൾ